ദ ഗോസ്റ്റ് റിസർവയർ എന്ന ഒളിത്താവളമുള്ള ഒരു വൈറസ്. കാട്ടുഗ്രാമങ്ങളിൽ ഇത് പടർന്നു പിടിച്ച് എങ്ങനെ അപ്രത്യക്ഷമാവുന്നു എന്ന് അറിയാത്ത ഒരു വൈറസ്. ഇത് പൊതുവെ പടർന്നു പിടിക്കുന്നത് ഫ്രൂട്ട് ബാറ്റ്സുകളിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു വൈറസിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെയിനും വവ്വാലുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടുതൽ ദുരൂഹമാവുന്നു ഈ വൈറസിന്റെ സാന്നിധ്യം. എല്ലാവർക്കും അൺടോൾഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ എബോളയെ കുറിച്ചിട്ടാണ്. 1976 എബോള വൈറസ് എന്ന് പറയുന്ന അപകടകാരിയായ, പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും അതിലും വേഗത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു വൈറസിന്റെ സ്ട്രെയിൻ കണ്ടെത്തുന്നത് കോങ്കോയിൽ നിന്നാണ്. മിസ്റ്റീരിയസ്ലി ഡീകോയ് സ്ട്രാറ്റജി പിന്തുടരുന്ന, വൈറൽ പെർസിസ്റ്റൻസ് ഉള്ള, കൊയാഗുലേഷൻ കയോസ് കാണിക്കുന്ന മ്യൂട്ടേഷനിലൂടെ വീണ്ടും വീണ്ടും അപകടകാരിയാവുന്ന ഒരു വൈറസ്. അതാണ് എബോള വൈറസ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ദ ഗോസ്റ്റ് റിസർവയർ എന്നൊരു ഒളിത്താവളമാണ് ഈ ഒരു പ്രത്യേക ഇനം എബോള വൈറസിനുള്ളത്. സൈറ എന്ന് പറയുന്ന വകഭേദമാണ് ഏറ്റവും കൂടുതൽ ഔട്ട്ബ്രേക്കുകളും മരണങ്ങളും സമ്മാനിച്ചിട്ടുള്ളത്. ഒരിക്കൽ ബാധിച്ചു കഴിഞ്ഞാൽ 90% മരണസാധ്യതയുള്ള ഒരു വൈറസാണ് എബോള വൈറസ്. ഈ ഒരു വൈറസ് കാട്ടുപ്രദേശങ്ങളിൽ എവിടെ നിന്നെന്നറിയാതെ പൊട്ടിപ്പുറപ്പെടും. കുറച്ചു നാള് കുറേ ആൾക്കാർ രോഗബാധിതരായതിനു ശേഷം പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്നാൽ ഇത് എവിടെയാണ്, ഇതിന്റെ സോഴ്സ് എന്താണ് എന്ന് കണ്ടെത്താൻ ശാസ്ത്രജ്ഞരും ഈ ശാസ്ത്രലോകവും കുറേയേറെ കഷ്ടപ്പെട്ടു. ഒടുക്കം അവരെത്തിയ ഒരു കൺക്ലൂഷൻ ഇത് വരുന്നത് ഫ്രൂട്ട് ബാറ്റ്സിൽ നിന്ന്, വവ്വാലുകളിൽ നിന്നാണെന്ന് മനസ്സിലായി. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഒരൊറ്റ വവ്വാലിൽ നിന്ന് പോലും ഈ ഒരു പെർട്ടിക്കുലർ എബോള സൈറയുടെ വകഭേദമോ എബോള എന്ന് പറയുന്ന വൈറസിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെയിനോ വേർതിരിച്ചെടുക്കാൻ വവ്വാലുകളിൽ സാധിച്ചിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു ജീവൻ, അതായത് വൈറസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തെ വവ്വാലുകൾ ക്യാരി ചെയ്ത് നടക്കുന്നത് ഒരു ഹോസ്റ്റ് ആയിട്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ അവിടെയും ജീവനുള്ള അല്ലെങ്കിൽ ആക്റ്റീവായ ഒരു വൈറസ് സ്ട്രെയിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകതരം വൈറസിന്റെ പ്രത്യേകതയുള്ളത് ഇത് കാണിക്കുന്ന ഡിക്കോയ് സ്ട്രാറ്റജിയാണ്. ഇത് നമ്മുടെ ശരീരത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളോട് പോയിട്ട് സോലബിൾ ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്ന SGP എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് ആവശ്യപ്പെടും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതുപോലെ തന്നെ സോലബിൾ ഗ്ലൈക്കോപ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് കഥ വരുന്നത്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോശങ്ങൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനം പടവെട്ടുന്നത് ഈ പ്രോട്ടീനുകളോടാണ്. ഈ വൈറസുകൾ ഗാലറി പോയിരുന്ന് കളി കാണുന്ന പോലെ ഇരിക്കും. നമ്മളുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സോലബിൾ ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്ന അതേ പ്രോഡക്റ്റിനോട് ചുമ്മാ പടവെട്ടിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരം ചെയ്യുന്നതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇതിന്റെ പിന്നിലെ മെക്കാനിസം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങേയറ്റം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവാണിത്. വൈറസിന് കോൺഷ്യസ്നെസ് ഉണ്ടോ എന്ന് വരെ ചിന്തിച്ചു പോകും നമ്മൾ. മറ്റൊന്ന്, ഈ എബോള വൈറസ് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മറ്റൊരു അപകടമാണ്. രക്തസ്രാവം മൂലമാണ് കൂടുതൽ പേഷ്യൻസും ഇതിനെ കൊണ്ട് മരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DIC എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ. ഇതിന്റെ ചെറിയ രക്തക്കുഴലുകളിൽ ഇത് പോയിട്ട് രക്തം കട്ടപിടിപ്പിച്ചു വെക്കും. പക്ഷേ രക്തം കട്ടപിടിക്കേണ്ട സിറ്റുവേഷനിൽ ഇത് രക്തം കട്ടപിടിക്കാൻ സമ്മതിക്കത്തുമില്ല. അതാണ് ഈ ഒരു വൈറസിന്റെ പ്രത്യേകതരം സ്ട്രാറ്റജി. പറഞ്ഞു വരുമ്പോൾ രോഗലക്ഷണങ്ങൾ കാണിക്കാതെ രോഗബാധിതരായവരും കുറവല്ല. അതിന്റെ അപകടം എവിടെയാണെന്നറിയാവോ? രോഗലക്ഷണങ്ങൾ ശരീരത്തുണ്ടായി അത് ക്യാരി ചെയ്യും. ആ ഒരു ശരീരത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ, അവരുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല, രോഗലക്ഷണങ്ങൾ പുറത്തു വരികയില്ല, ഇവർ രോഗബാധിതരാവുകയില്ല. പക്ഷെ ഇവർ ഈ വൈറസിനെ ക്യാരി ചെയ്ത് നടക്കും. ക്യാരി ചെയ്ത് നടന്നതിന് ശേഷം ഒന്നുകിൽ ലൈംഗിക ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലോസ് കോണ്ടാക്റ്റിലൂടെയോ മറ്റുള്ളവർക്ക് ഈ രോഗം പകരുകയും ചെയ്യും. ഇത്തരം ഒരു സ്ട്രാറ്റജിയും കൂടെ ഈ ഒരു വൈറസ് കാണിക്കാറുണ്ട്. പറഞ്ഞു വരുമ്പോൾ എബോള വൈറസ് 90% ഫെറ്റാലിറ്റി റേറ്റ് ഉള്ള ഒരു വൈറസാണ്. അത് ഏത് തരത്തിൽ ബിഹേവ് ചെയ്യും എന്നുള്ളത് ഇന്നുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓരോ 11 വർഷം കൂടുമ്പോഴുണ്ടാകുന്ന സോളാർ സൈക്കിളിന്റെ ഏകദേശം പകുതി ഭാഗത്ത് സംഭവിക്കുന്ന സോളാർ മാക്സിമ പീരീഡിൽ ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടാവാറുണ്ട്, എബോള വൈറസ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നറിയില്ല, വെറും യാദൃശ്ചികതയാവാം. 2024-2026 സോളാർ സൈക്കിൾ 25ന്റെ സോളാർ മാക്സിമ പീരീഡ് ആണ്. ഈ സമയത്ത് ഒരു എബോള വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. 2014 ഒരു സോളാർ മാക്സിമ, സോളാർ സൈക്കിൾ 24, ആ സമയത്തും
ഒരു എബോള ഔട്ട്ബ്രേക്ക് ഉണ്ടായി. സൈറ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രെയിനിന്റെ ഔട്ട്ബ്രേക്ക് ആയിരുന്നു അത്. 2001 അതിന് മുൻപത്തെ സോളാർ മാക്സിമ 2001 ഉണ്ടായി ഒരു എബോള ഔട്ട്ബ്രേക്ക്. അതിനും വർഷങ്ങൾക്ക് മുൻപ്. ഈ 2001 ഉണ്ടായത് ആ ഒരു ഔട്ട്ബ്രേക്കിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് മങ്കീസിലാണ് ഉണ്ടായത്, മനുഷ്യരെ അറ്റാക്ക് ചെയ്തില്ല. അതിനു മുൻപ് 1989 1989 ഇതേപോലെ തന്നെ ഒരു സോളാർ മാക്സിമ പീരീഡിലാണ് ഔട്ട്ബ്രേക്ക് ഉണ്ടാവുന്നത്, എബോള ഔട്ട്ബ്രേക്ക് ഉണ്ടായി. അതിനു മുമ്പ് 1976 എബോള വൈറസിനെ കണ്ടെത്തിയതിനു ശേഷം 1979 ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായി. ആ ഔട്ട്ബ്രേക്കും സംഭവിക്കുന്ന സമയവും ഒരു സോളാർ മാക്സിമ സമയത്തായിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി അതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് എബോള ഔട്ട്ബ്രേക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ മിനിമം ഒരു സ്കെയിൽ കീപ്പ് ചെയ്യും. പക്ഷെ സോളാർ മാക്സിമയുടെ സമയം വരുന്ന സമയത്ത് ഈ ഔട്ട്ബ്രേക്ക് മാസീവ് ആവുകയാണ്, ഫെറ്റാലിറ്റി റേറ്റ് കൂടുകയാണ്, ആൾക്കാരുടെ മരണസംഖ്യ കൂടുകയാണ്. അതുപോലെ തന്നെ ഇത് പകരുന്നതിന്റെ വേഗത കൂടുന്നുണ്ട്. സൈറ എന്ന് പറയുന്ന പെർട്ടിക്കുലർ സ്ട്രെയിൻ ആണ് കൂടുതൽ ആക്റ്റീവ് ആവുക. ഇനി ഈ സമയത്ത് വൈറസ് കൂടുതൽ മ്യൂട്ടേറ്റഡ് ആവുന്നത് കൊണ്ടാണോ, അതോ ഇതിന്റെ കാരിയേഴ്സ് എന്ന് പറയപ്പെടുന്ന വവ്വാലുകൾക്ക് എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നതുകൊണ്ടാണോ, ഒന്നും വ്യക്തമായിട്ട് അറിയില്ല. അല്ലെങ്കിൽ വെറും ഒരു യാദൃശ്ചികതയും ആവാം. നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ പാറ്റേൺസ് കൊണ്ടാവാം നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും ഈ ഒരു കണക്ഷൻ സോളാർ മാക്സിമ പീരീഡിൽ അല്ലാതെ അതിന് മുൻപോ ശേഷമോ എന്തുകൊണ്ടാണ് ഈ മാസീവ് അറ്റാക്ക് ഉണ്ടാക്കാത്തത്, മാസീവ് ഔട്ട്ബ്രേക്ക് ഉണ്ടാവാത്തത്? ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്.